മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തെയും കത്തോലിക്ക സഭയും ഏറെ സങ്കടത്തിലാക്കിയ റാഞ്ചി ശിശുക്കടത്ത് കേസിൽ സിസ്റ്റർ കോൺസീലിയ ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടു. 8 വർഷത്തോളം നീണ്ട കടുത്ത നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റാഞ്ചി സിവിൽ കോടതി പ്രതികൾ നിരപരാധികളാണെന്ന വിധി പ്രസ്താവിച്ചത്. 2018 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ റാഞ്ചിയിലുള്ള അനാഥാലയത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ പണം വാങ്ങി വിറ്റു എന്നായിരുന്നു ഇവർക്കെതിരെ ഉയർന്ന ആരോപണം. ഈ കേസിനെ തുടർന്ന് സിസ്റ്റർ കോൺസീലിയയ്ക്ക് ജാമ്യം ലഭിക്കാതെ 3 വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നിരുന്നു. ഈ കോടതി വിധി വലിയൊരു ആശ്വാസവും സത്യത്തിന്റെ വിജയവുമാണെന്ന് ഡാൾട്ടൺഗഞ്ച് ബിഷപ്പ് തിയോഡർ പറഞ്ഞു. വർഷങ്ങളോളം ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഇന്ന് സത്യം പുറത്തു വന്നിരിക്കുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ 8 നീണ്ട വർഷങ്ങളാണ് ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്കാലത്ത് പോലീസ് ഈ കേസ് വലിയ രീതിയിൽ വാർത്തയാക്കിയതിനെ തുടർന്ന് ജാർഖണ്ഡിലെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ മിക്ക കേന്ദ്രങ്ങളിലും കടുത്ത പരിശോധനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇരയായിരുന്നു. ഒരു കേന്ദ്രം അധികൃതർ അടപ്പിച്ചു പൂട്ടുകയും ചെയ്തു. എന്നാൽ ഇത്തരം കടുത്ത പ്രതിസന്ധികളിലും പാവപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്നും സിസ്റ്റർമാർ പിന്മാറിയിരുന്നില്ല. സിസ്റ്റർ കോൺസീലിയയ്ക്ക് വേണ്ടി പ്രമുഖരായ അഭിഭാഷകരും സഭയുടെ ലീഗൽ ടീമും ഒരുമിച്ചാണ് കോടതിയിൽ പോരാടിയത്. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ മുൻ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ പ്രേമ, നിലവിലെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ജോസഫ് എന്നിവരുടെ ശക്തമായ നേതൃത്വമാണ് പൊതുസമൂഹത്തിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ നേരിട്ട ആ കറുത്ത നാളുകളിൽ സന്യാസിനി സമൂഹത്തിന് വലിയ പിന്തുണയായത്. ഈ വിധിയിലൂടെ മദർ തെരേസയുടെ സ്ഥാപനത്തിന് മേൽ ചാർത്തപ്പെട്ട കരിനിഴൽ നീങ്ങിയതായും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിച്ചതായും സഭാ നേതൃത്വവും വിശ്വാസികളും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി.